ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു സൈലം SSC ആൻഡ് RRB. അപ്പോൾ ഒരു SSC എക്സാം എഴുതിയിട്ട് എക്സാം ഹാളിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയോട് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 90% ഉദ്യോഗാർത്ഥികളും പറയുന്ന കാര്യമാണ് എക്സാം കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ കുറച്ചും കൂടെ സമയം കിട്ടുമായിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ ശരിയാക്കാമായിരുന്നു എന്നുള്ളത്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മാത്സ് ചെയ്യുമ്പോൾ കാൽക്കുലേഷനിൽ സ്പീഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും അധികം സമയം എടുക്കുന്നത്. ഈ സ്പീഡ് കൂട്ടുന്ന മെത്തേഡുകൾക്കുപരി ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യുമ്പോൾ അതിന് ഓരോ അപ്രോച്ചുകളുണ്ട്, ഓരോ മെത്തേഡുകളുണ്ട്. ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരു 7 ബെസ്റ്റ് മെത്തേഡുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. 25 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ 15 മിനിറ്റ് മാത്രമാണ് ഇനി വരുന്ന CGL എക്സാമിന് സമയമുള്ളത്. അതായത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 36 സെക്കൻഡ് മാത്രം. ഓക്കെ, നമുക്ക് നോക്കാം ആ 7 മെത്തേഡുകളിലേക്ക് നമുക്ക് പോകാം. സോ ദീസ് ആർ ദ 7 മെത്തേഡ്സ്. നമ്മൾ പലരും കേട്ടു പരിചയമുള്ള, അല്ലെങ്കിൽ നമ്മൾ കേട്ടു പരിചയമുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഓരോ ക്വസ്റ്റ്യനിലും ഏത് അപ്രോച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിക്കാണ് ആ ക്വസ്റ്റ്യനെ സമീപിക്കേണ്ടത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് വേണം. അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ മെത്തേഡുകൾ വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ യൂണിറ്റ് ഡിജിറ്റ് നമുക്കറിയാം അല്ലെ, ലാസ്റ്റ് ഡിജിറ്റിനെയാണ് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഓപ്ഷനിലെ 4 ഓപ്ഷന്റെയും അവസാനത്തെ ഡിജിറ്റുകൾ വ്യത്യസ്ത ഡിജിറ്റുകളാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരേ ഡിജിറ്റ് ഉള്ള 2 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഉപയോഗിക്കാം. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടിയാലേ നമ്മൾ മാർക്ക് ചെയ്യൂ ആൻസർ എന്നുള്ള നിർബന്ധ ബുദ്ധി ഒന്നും വേണ്ട. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടണമെന്ന് എക്സാമിനർ പറയുന്നുമില്ല. നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിക്കൊണ്ട് ചില ആൻസറുകളിലേക്ക് എത്താൻ പറ്റും. അതാണ് ഫസ്റ്റ് മെത്തേഡായിട്ട് നമ്മൾ പറയുന്നത് യൂണിറ്റ് ഡിജിറ്റ്, അല്ലെങ്കിൽ അവസാനത്തെ അക്കം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു മെത്തേഡാണ് നമ്മൾ പലരും ചെക്ക് ചെയ്യുന്നതാണ്, മൾട്ടിപ്പിൾ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ആൻസർ എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആണെന്ന്, അതായത് 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ നമുക്ക് അവിടെ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും, അല്ലെങ്കിൽ ചില സ്റ്റെപ്പുകളൊക്കെ ചെയ്ത് വരുമ്പോൾ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് എത്തുന്നതിന് മുമ്പേ നമുക്ക് മനസ്സിലാവും അതെന്താണ്, 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ എന്താണ്, ഏത് ഓപ്ഷനാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു സംഖ്യനെ എന്തായാലും 5 കൊണ്ട് എക്സാക്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 5ന്റെ ഡിവിസിബിലിറ്റി, അതുപോലെ തന്നെ 11ന്റെ ഡിവിസിബിലിറ്റി, 13ന്റെ ഡിവിസിബിലിറ്റി തുടങ്ങിയിട്ടുള്ള എല്ലാ സംഖ്യകളുടെയും ഡിവിസിബിലിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, വളരെ യൂസ്ഫുൾ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്രോക്സിമേഷൻ, അതായത് ഇപ്പൊ 4 ഓപ്ഷൻസ് തമ്മിൽ വളരെ വലിയൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ അപ്രോക്സിമേഷൻ എന്നുള്ള, അതായത് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇപ്പോ 20ന് താഴെ ആയിരിക്കും ആൻസർ. ഓക്കെ, നമുക്കപ്പോ നോക്കാം 20ന് താഴെ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് മാർക്ക് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10-15 സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ആ ആൻസറിലേക്ക് എത്തും. 20ന് താഴെയുള്ള എക്സാക്ട് വാല്യൂ കിട്ടിയാൽ മാത്രമേ മാർക്ക് ചെയ്യൂ എന്നൊന്നും വിചാരിക്കണ്ട. 20ന് താഴെയാണ് ആൻസർ എന്ന് മനസ്സിലായി. ഞാൻ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. 20ന് താഴെ ഒരു ഓപ്ഷൻ ബി മാത്രമേ 20ന് താഴെയുള്ളൂ, ബാക്കിയെല്ലാം 20ന് മുകളിലുള്ള വാല്യൂസ് ആണ്. ബി മാർക്ക് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഓക്കെ, ഹിറ്റ് ആൻഡ് ട്രൈ ക്വസ്റ്റ്യൻ ചെയ്തു വരാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ ചെയ്തു വരുമ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറയാണ്, എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഹിറ്റ് ആൻഡ് ട്രൈയിലാണ് പറയുന്നത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്, 2 ആണ്, 3 ആണ്, 5 ആണ്, 7 ആണ്, ഇങ്ങനെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക? ഓപ്ഷനിൽ നിന്ന് ഇപ്പൊ 3 എന്നുള്ള വാല്യൂവിനെ എടുത്തിട്ട് നമ്മൾ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ എക്സിന്റെ വാല്യൂവിന് കൊടുക്കുക. ആ ഇക്വേഷൻ ബാലൻസ്ഡ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണ് എന്താണ്, ആ വാല്യൂ ആണ് റൈറ്റ് ആൻസർ എന്നുള്ളത്. അതുപോലെ നമ്മൾ ട്രയൽ ചെയ്തിട്ട് ഓപ്ഷനിൽ നിന്ന് തന്നെ നമ്മൾ ട്രയൽ ചെയ്ത് നോക്കുക ആ ഇക്വേഷൻ ബാലൻസ്ഡ് ആവുന്നുണ്ടോ എന്നുള്ളത്. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഹിറ്റ് ആൻഡ് ട്രയൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഇക്വേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യനില് പകുതിയുള്ള സ്റ്റെപ്പുകളൊക്കെ എത്തുമ്പോൾ നമ്മൾ സ്റ്റെക്കായി പോകും, ഇതെങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ചിട്ട്. നേരെ ഓപ്ഷനിലേക്ക് നോക്കുക, ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ കണ്ടീഷൻ ബാലൻസ്ഡ് ആവുന്നുണ്ടെങ്കിൽ, സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടെങ്കിൽ അതായിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, വാല്യൂ പുട്ടിംഗ് വരുന്നത് മെയിൻ ആയിട്ടും ട്രിഗണോമെട്രിയിലും അതുപോലെ തന്നെ ഓൾജിബ്രയിലുമാണ്. ട്രിഗണോമെട്രിയിൽ എങ്ങനെയാണെങ്കിൽ നമുക്കറിയാം തീറ്റയ്ക്ക് ഓരോ ട്രിഗണോമെട്രിക് റേഷ്യോസ്, സൈൻ, കോസ്, ടാൻ, കോസീക്ക് തുടങ്ങിയിട്ടുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസിനെല്ലാം തീറ്റയ്ക്കുള്ള കറസ്പോണ്ടിങ് വാല്യൂസ് പക്കയായിട്ട് പഠിച്ചിരിക്കണം. സൈൻ 30 എന്താണ്, കോസ് 45 എന്താണ്, ടാൻ 60 എന്താണ് തുടങ്ങിയിട്ടുള്ള എല്ലാ വാല്യൂസും പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? തീറ്റയ്ക്ക് ഏതെങ്കിലും ഒരു ആംഗിൾ കൊടുത്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് അതിൽ ഏത് വാല്യൂ ആണ് വരുന്നത് അതേ വാല്യൂ വരുന്നത് ഓപ്ഷനിൽ ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താം. വാല്യൂ പുട്ടിങ് ട്രിഗണോമെട്രിയിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത്.
എല്ലാം പ്രോപ്പർ ആയിട്ട് വെട്ടിക്കളഞ്ഞ് സോൾവ് ചെയ്യണമെന്ന് നിൽക്കണ്ട. ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ആംഗിളുകൾ, ഏത് ആംഗിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലാണോ അത് പ്രോപ്പർ ആയിട്ട് ആൻസറിലേക്ക് എത്തുക, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് പോകാതെ സിമ്പിൾ ആയിട്ടുള്ള ആൻസറിലേക്ക് എത്തുന്നത് ഏത് ആംഗിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലാണെന്ന് നോക്കി പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. വാല്യൂ പുട്ടിംഗ് എന്ന് പറയുന്നത് ട്രിഗണോമെട്രിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ട്രിഗണോമെട്രിയിൽ മാത്രമല്ല, ഓൾജിബ്രയിൽ കൂടുതലും എക്സ് വെച്ചിട്ടുള്ള വേരിയബിൾസ് വെച്ചിട്ടുള്ളതാണ്. ചില വാല്യൂസ് ഒക്കെ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഓരോ അപ്രോച്ചിന്റെയും എക്സാമ്പിൾസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഓൾജിബ്രയിൽ എന്ത് ചെയ്യാം, ഓൾജിബ്രയിൽ എക്സിന് ഏതെങ്കിലും വാല്യൂസ് കൊടുത്തിട്ട് ആ കണ്ടീഷൻ ബാലൻസ്ഡ് ആക്കിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. വാല്യൂ പുട്ടിംഗ് ട്രിഗണോമെട്രിയിലും ഓൾജിബ്രയിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത്. ചിലപ്പോഴൊക്കെ ജോമെട്രിയിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റാറുണ്ടെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഓപ്ഷൻ എലിമിനേഷൻ ആൻഡ് ചെക്കിങ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ശരിയുത്തരം കണ്ടുപിടിക്കാനാണ് സമയം എടുക്കുന്നത്. പക്ഷെ തെറ്റായിട്ടുള്ള ഉത്തരം ഏതാണെന്നുള്ളത് നമുക്ക് ചില ക്വസ്റ്റ്യനിലൊക്കെ പെട്ടെന്ന് കത്തും. അപ്പൊ തെറ്റുത്തരത്തിനെ പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്തോ. എടാ 4 ഓപ്ഷൻസ് ഉണ്ട്, ഓക്കെ, അതിൽ ഒരു ഉത്തരത്തിന് നമുക്ക് അറിയാം ഇതല്ല എന്ന് മനസ്സിലായി, അതിനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞോ. അല്ലെങ്കിൽ 2 എണ്ണം അല്ല ആൻസർ എന്നുള്ളത് മനസ്സിലായി, അതിനെ 2നെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞോ. ബാക്കി 2 എണ്ണം ഉള്ളോ, 50% ചാൻസാ. മനസ്സിലായോ? അത് മനസ്സിലാക്കി വെക്കുക. എലിമിനേഷനും ചെക്കിങ്ങും, ഉത്തരം തെറ്റായ ഉത്തരത്തെ എലിമിനേറ്റ് ചെയ്യുക. നമുക്കറിയാം ഇപ്പോൾ 5ന്റെ മൾട്ടിപ്പിൾ ആണ് ആൻസർ. ഓപ്ഷൻ 4 എണ്ണത്തിൽ 3 എണ്ണവും 5ന്റെ മൾട്ടിപ്പിളാ, ഒരെണ്ണം 5ന്റെ മൾട്ടിപ്പിൾ അല്ല. 5ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തതിനെ ഒഴിവാക്കിക്കോ, ബാക്കി 3 എണ്ണം ഉണ്ട്. 33 ആൻഡ് 1/3% ശരിയാവാനുള്ള ചാൻസ് ഉണ്ട് അവിടെ. സോ അത് മനസ്സിലാക്കി വെക്കുക. അതെനിക്ക് 2 എണ്ണമല്ല. പിന്നെ നമുക്ക് നോക്കുമ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ കൂടി ആവും ആൻസർ. 3ന്റെ മൾട്ടിപ്പിൾ അല്ലാത്ത ഒരെണ്ണം ഉണ്ട്, അതിനെ എലിമിനേറ്റ് ചെയ്യുക, ബാക്കി 2 എണ്ണം ഉണ്ടായിരിക്കും. സോ അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റണം. എപ്പോഴും ഓപ്ഷൻസിൽ എപ്പോഴും ഒരു കണ്ണ് വേണം. ക്വസ്റ്റ്യനിൽ മാത്രം കണ്ണുണ്ടായാൽ പോരാ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് ഓപ്ഷൻ ഏതൊക്കെയാണെന്നുള്ള ഒരു ഐഡിയ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് റൈറ്റ് ആൻസറിലേക്ക് എത്താനുള്ള ഒരു മെത്തേഡാണ് ഓപ്ഷൻ എലിമിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള മെത്തേഡാണ് ഡിജിറ്റൽ സം എന്ന് പറയുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 2 സൈഡ് ഉണ്ടായിരിക്കും അല്ലെ. ഒരു ഈക്വൽ ടു സൈൻ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡിലുള്ള ഡിജിറ്റുകളുടെ സമ്മ് തന്നെയായിരിക്കണം റൈറ്റ് സൈഡിലുള്ള ഡിജിറ്റുകളുടെ സമ്മ്. അത് ബാലൻസ്ഡ് ആവുന്നതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഓരോന്നിന്റെയും സെപ്പറേറ്റ് വീഡിയോ തന്നെ നമ്മൾ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ മതി. നമ്മൾ ഏതാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഓരോന്നിന്റെയും എക്സാമ്പിൾസ് വെച്ച് മുൻ വർഷങ്ങളിൽ SSCയുടെ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. സോ ദിസ് ഈസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എടാ ലോജിക്കാണ്, അല്ലാതെ എക്സാമിനർ ഒരിക്കലും പറയുന്നില്ല കറക്റ്റ് ആൻസർ കിട്ടി അടിയിൽ 2 വര വരച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടുള്ളൂ എന്നൊന്നും പറയുന്നില്ല. ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഷുവർ ആയിട്ടും SSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. A and B can complete a work in 10 ദിവസം. ഓക്കെ, B and C can do it in 15 days. A and C can do it in 12 days. What is the number of days in which A, B and C together can complete the work? എയും ബിയും സിയും കൂടെ ഒരുമിച്ച് ചെയ്യാനായിട്ട് എത്ര ദിവസം എടുക്കുന്നു? എടാ എയും ബിയും ചെയ്യാൻ തന്നെ 10 ദിവസം എടുത്തു. ഓക്കെ, എയും ബിയും ചെയ്യാൻ 10 ദിവസം, എയും ബിയും സിയും കൂടെ ചെയ്യാൻ എന്തായാലും 10 ദിവസത്തേക്കാൾ കുറവ് മതി. കാരണം എന്താ, സി കൂടെ ഉണ്ട്. അപ്പൊ എന്താണ്, അത്ര അധികം ദിവസം എടുക്കില്ല. 10 ദിവസത്തേക്കാൾ കുറവ് മതി. 17 ദിവസമാണോ? അല്ല. 10 ദിവസത്തേക്കാൾ കുറവ് മതി. 15 ആണോ? അല്ല. 10 ദിവസം എടുക്കോ? ഇല്ല. ഓപ്ഷൻ ഡി, ഓപ്ഷൻ സി 8 days. സിമ്പിൾ ലോജിക്കാണ് അല്ലെ. ഇതല്ല എന്ന് മനസ്സിലായി. ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഒരിക്കലും 10 ദിവസത്തേക്കാൾ കൂടുതൽ എടുക്കില്ല, കുറവേ എടുക്കുള്ളൂ. മനസ്സിലായി? 17 അല്ല, 15 അല്ല, 10 അല്ല, എലിമിനേറ്റ് ചെയ്തു. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. മനസ്സിലായല്ലോ? ഇതാണ് മെത്തേഡ്. നെക്സ്റ്റ് വൺ. ക്വസ്റ്റിന്റെ വലിപ്പം കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ക്വസ്റ്റിനാ. വലിപ്പം കണ്ടിട്ട് ഒരു പേടിയും വേണ്ട, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. രമേഷ് ബോറോഡ് സം മണി അറ്റ് എ റേറ്റ് ഓഫ് 5% per annum for first 4 years. ഓക്കെ, ഫസ്റ്റ് 4 years. ക്ലിയർ അല്ലേ? അതായത് 5% പലിശയ്ക്ക്, 5% പലിശയാണ് കണക്കാക്കുന്നത് ആദ്യത്തെ 4 വർഷത്തേക്ക്. അപ്പൊ എത്ര? 4 വർഷം കഴിയുമ്പോൾ 5 × 4 20%. 20% ആണല്ലോ. ഓക്കെ, 20%. 8% per annum for next 6 years. 8% 6 വർഷത്തേക്ക്. എത്രയപ്പോ? 48%. 48%. ഓക്കെ അല്ലേ? ഓക്കെ, ആൻഡ് 12% per annum for the period beyond 10 years. Beyond 10 years, if the total interest paid by him at the end of 12 years. 12 വർഷത്തെ പരിപാടിയാണ് പറയുന്നത്. അപ്പൊ ആദ്യം എന്ത് കഴിഞ്ഞു? 4 കഴിഞ്ഞു, പിന്നെ 6 വർഷം കഴിഞ്ഞു, പിന്നെ 10 വർഷത്തിന് ശേഷം എത്രയാണ്? 2 വർഷം കൂടിയാണ് ഉള്ളത്. കാരണം 12 വർഷത്തേക്കാണല്ലോ. 2 വർഷത്തേക്ക് എത്രയാണ്? 12% വെച്ച് അങ്ങനെ 12 × 2 24%. ഇതാണ് ടോട്ടൽ
ഇൻട്രസ്റ്റിന്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, 24, 48, 72, 72, 20 എത്രയാണ്? 92%, 92%. എടാ, 92% ആണ് ഇൻട്രസ്റ്റ്. അതെത്രയാണ്? 7 ഇല്ല കേട്ടോ, ഇവിടെ 7 ഇല്ല. 9016 ആണ് ഇവിടുത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. 9016. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മണി ബോറോഡ് ബൈ രമേശ് ബോറോ ചെയ്ത മണിയാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് 100%. അത് 100% ആണ്. സോ നമുക്ക് പറയാം 9016 ഉണ്ട്. 9016 ഇത് 92% ആണ്. അതായത് നമുക്ക് പറയാം 1% കിട്ടണമെങ്കിൽ ഡിവൈഡഡ് ബൈ 92, 100% ആണ് ബോറോ ചെയ്ത മണി. ദാറ്റ് ഈസ് വാട്ട് ഇൻറ്റു 100. ഓക്കെ അല്ലേ? സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നമുക്ക്? എടാ, 92% എന്ന് പറഞ്ഞാൽ 9016 രൂപയാണ്. 100% കാണേണ്ടത്. അപ്പൊ എന്തായാലും 9016 വലിയ വാല്യൂ ആയിരിക്കും ആൻസർ. 9016 ഉണ്ട് ഇവിടെ. ഓപ്ഷൻ ഡി ആണോ? അല്ല. കാരണം 92% എന്ന് പറയുമ്പോൾ 9016. അപ്പൊ 100% എന്ന് പറയുമ്പോൾ എന്തായാലും 9016 വലുതായിരിക്കും. ഓപ്ഷൻ ഡി അല്ല. ഓക്കെ, എലിമിനേറ്റ് ചെയ്താണ് നമ്മൾ. ബാക്കി ചാൻസ് ഉണ്ട് അവിടെ, നോക്കിക്കോ. ഇനി ഇവിടെ നോക്കാം. നമുക്ക് എന്തായാലും മനസ്സിലാക്കാം 2 0 ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. 2 0 ലാസ്റ്റ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഇവിടെ 2 0 ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ മനസ്സിലാക്കുക 2 എന്ന് പറയുന്നത് 6 ആവണം അല്ലെ? എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 6 ആവുക? ലാസ്റ്റ് ഡിജിറ്റ് 2 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 6 ആവാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 92 എന്ന് പറയുന്നത് ഈ 916 വെട്ടിപ്പോകുമ്പോൾ ഒരു നമ്പർ കിട്ടും. അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 8 ആയിരിക്കും. പിന്നെ ബാക്കി എന്തുണ്ടായിരിക്കും? 2 0 ആണ് പറയുന്നത്. സോ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 8 ലാസ്റ്റ് ഡിജിറ്റ് വരുന്ന ഒരു ഓപ്ഷൻ പോലും ഇല്ല. ലാസ്റ്റ് ഡിജിറ്റ് 8ഉം 00 വരുന്ന ഇവിടെയുള്ള ഓപ്ഷൻ എ ഈസ് എ റൈറ്റ് ആൻസർ. വെട്ടിക്കളഞ്ഞോ? ഇല്ല. 92 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അത്ര അധികം സമയം കളയേണ്ട. ജസ്റ്റ് ഒബ്സർവ് ദ യൂണിറ്റ് ഡിജിറ്റ് മാത്രം ഒബ്സർവ് ചെയ്യുക. ദിസ് ഈസ് ദ സൊല്യൂഷൻ. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണല്ലോ. വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ദിസ് ഈസ് നെക്സ്റ്റ് വൺ. യെസ്, വാല്യൂ പുട്ടിങ് അല്ലെ? ട്രിഗണോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റയ്ക്ക് ആംഗിൾ കൊടുക്കുക എന്നുള്ളതാണ്. തീറ്റയ്ക്ക് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കുക 1 മൈനസ് കോട്ട് തീറ്റ. ശ്രദ്ധിച്ചു കേട്ടോ, 1 മൈനസ് കോട്ട് തീറ്റ. ഇത് ഒരുപാട് നമ്മുടെ മാരത്തോണുകളിലും ലൈവുകളിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. 1 മൈനസ് ടാൻ തീറ്റ, 1 മൈനസ് കോട്ട് തീറ്റ. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ടാൻ 45 എന്നോ തീറ്റ 45 എന്ന് കൊടുക്കാൻ പറ്റില്ല. കാരണം ഡിനോമിനേറ്റർ 0 ആവും. 1/0 എന്ന് പറയുന്ന ഫോർമാറ്റ് അൺഡിഫൈൻഡ് ആണ് അല്ലെ? സോ നമുക്കറിയാം ഇങ്ങനെ 1 മൈനസ് കോട്ട് തീറ്റ 1 പ്ലസ് കോട്ട് തീറ്റ വന്നു കഴിഞ്ഞാൽ ഷുവർ നിങ്ങൾ ഉറപ്പിച്ചോ തീറ്റ ഇസ് ഈക്വൽ ടു വാട്ട്? തീറ്റയ്ക്ക് 135 ഡിഗ്രി കൊടുക്കാം. കാരണം എന്താ? തീറ്റയ്ക്ക് 135 ഡിഗ്രി കൊടുത്താൽ നമ്മൾ മനസ്സിലാക്കുക ടാൻ തീറ്റ എന്ന് പറയുന്നതും കോട്ട് തീറ്റ എന്ന് പറയുന്നതും എന്തായിരിക്കും? -1 ആയിരിക്കും. ടാൻ 135 -1 ആണ്. 35 -1 ആണ്. ഓർത്ത് വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. പൊതുവെ നമ്മൾ 30, 45, 60, 80, 90, 0 ഈ ആംഗിളുകളാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുള്ളത്. 135 ഒക്കെ റയർ സീനാണ്. ആ റയർ ആയിട്ടുള്ള ഒരു സിനാരിയോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇനി വരുന്ന എക്സാമുകൾക്ക്. സോ തീറ്റ ഇസ് ഈക്വൽ ടു 135. ഓക്കെ, തീറ്റ 135 കൊടുത്താൽ എന്ത് വരും? ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ എത്രയാണ്? -1 അല്ലെ? -1 ശ്രദ്ധിച്ചോ. -1 ഡിവൈഡഡ് ബൈ 1 മൈനസ് -1 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1 മൈനസ് -1 എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും. പ്ലസ് എന്ത് വരും? ഇവിടെ എന്ത് വരും? -1/2. -1/2 -1/2 കൂടി ആകുമ്പോൾ എന്തായിരിക്കും? -1. അതായത് ഇതിന്റെ ആൻസർ തീറ്റ 135 കൊടുക്കുമ്പോൾ -1 ആണ്. ഓപ്ഷനിലെ ഏത് ഓപ്ഷനാണ് തീറ്റ 135 കൊടുക്കുമ്പോൾ -1 കിട്ടുന്നത് അതായിരിക്കും ഉത്തരം. അതായിരിക്കും റൈറ്റ് ആൻസർ അല്ലെ? നോക്കിക്കോ, അതിനെന്താ പറയണം? സീക്ക് 135 പറയണം. അതായത് കൊസീക്ക് 135 പറയണം. പഠിച്ചു വെച്ചോ, സീക്ക് 135 എല്ലാത്തിനും ഉണ്ട്. സീക്ക് 135 -√2, കൊസീക്ക് 135 √2, സൈൻ ഉണ്ട്, കോസ് ഉണ്ട്, ടാൻ ഉണ്ട്, കോട്ട് ഉണ്ട്. എല്ലാത്തിന്റെയും 135 കൂടെ ഓർത്ത് വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്. സീരീസ് എന്ത് വരും? ഫസ്റ്റത്തെ ഓപ്ഷൻ എടുത്ത് നോക്കിക്കോ. 1 ടാൻ തീറ്റ പറയുമ്പോൾ എത്രയാണ്? ടാൻ -1, കോട്ട് എന്നാണ് -1. സോ ദ ആൻസർ ഇസ് വാട്ട്? ആൻസർ എന്ത് വരും? -1 +1 വെട്ടിപ്പോയാൽ -1 തന്നെ. സോ ഓപ്ഷൻ എക്ക് ഒരു ചാൻസ് ഉണ്ട്. എടാ, സീക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ √2 വരുന്നുണ്ട്. ടാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഓക്കെ √2 വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് വെട്ടിപ്പോകുന്നില്ല. ഓപ്ഷൻ ബി അല്ല. കൊസീക്കിനും എന്ത് വരുന്നുണ്ട്? √2 വരുന്നുണ്ട് ഇല്ലേ? √2 രണ്ടിനും വരുന്നുണ്ട്. രണ്ടിനും വരുന്നതുകൊണ്ട് എന്താണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം ഇവിടെയും √2 വരുന്നുണ്ട്. ഓപ്ഷൻ സിയും അല്ല. ഓപ്ഷൻ ഡിയിൽ എന്താണ്? സീക്ക് തീറ്റ, സീക്കിന് √2 വരുന്നുണ്ട്. √2 ആൻസറിൽ വരില്ല, -1 മാത്രമാണ്. അല്ലെങ്കിൽ ആ √2 വെട്ടിക്കളയാൻ പറ്റണം? പറ്റുന്നില്ലല്ലോ, ഇല്ല.
സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓൾജിബ്രയിലും ട്രിഗണോമെട്രിയിലും ആണ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്. ക്ലിയർ അല്ലേ? ഓർത്ത് വെച്ചോ. 135 ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് വൺ ഓൾജിബ്ര. ഞാൻ പറഞ്ഞില്ലേ ഓൾജിബ്ര. ഇഫ് x plus y plus 3 is equal to 0, then find the value of x cube plus y cube minus 9xy plus 9. എന്താ സംഭവം? x plus y plus 3 is equal to 0. എടാ നമ്മൾ എന്ത് ചെയ്യാണ്? മൂന്ന് സംഭവങ്ങൾ എക്സും വൈയും 3യും കൂടെ കൂട്ടുമ്പോൾ 0. ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ വൈക്ക് എന്ത് കൊടുക്കാണ്? വൈക്ക് എന്ത് കൊടുത്തു? വൈക്ക് 0 കൊടുത്തു. y is what? 0. y 0 കൊടുത്തു. എക്സിന് എന്ത് കൊടുത്തു? -3 കൊടുത്തു. അപ്പൊ കറക്റ്റ് അല്ലേ? -3 plus 0 plus 3 is equal to 0 അല്ലെ? +3 -3 വെട്ടിപ്പോവും. 0 is equal to 0. ഓക്കെ, എക്സിന് എന്ത് കൊടുത്തു? -3, y 0. അത് ബാലൻസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അല്ലെ, ഇതിലെന്ത് വരും? ഇതിലെന്ത് എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ -27 വരും. y എന്ന് പറയുന്നത് 0 ആണ്. -9xy എന്ന് പറയുന്നതും 0 ആയിട്ട് വരും. y 0 ആണല്ലോ. +9 ഇതാണല്ലോ വരുന്നത്. -27 + 9 എന്ന് പറയുമ്പോൾ എന്ത് വരും? -18 വരും. -18 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഓപ്ഷൻ എ. മനസ്സിലായോ? അല്ലാതെ ഇതിനെ സോൾവ് ചെയ്യുന്ന വേണ്ട. ഇതിന്റെ ഇക്വേഷൻസിലേക്ക് ഒന്നും പോകണ്ട. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് ബാലൻസ് ചെയ്താൽ മതി? ഈ കണ്ടീഷൻ ബാലൻസ്ഡ് ആവുന്ന വാല്യൂസ് എക്സിനും വൈക്കും കൊടുക്കുക. അതേ വാല്യൂസ് ഇതിന് കൊടുക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റിന് കൊടുക്കുക. അത് എത്രയാണോ ആൻസർ, ദാറ്റ് ഈസ് റൈറ്റ് ആൻസർ. ഗോട്ട് ഇറ്റ്? വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ ഏതിനൊക്കെയാ? ട്രിഗണോമെട്രിയിലും ഓൾജിബ്രയിലും ക്വസ്റ്റ്യൻസിലെ ഇത് മൈൻഡിൽ വെക്കണം കേട്ടോ. ഗോട്ട് ഇറ്റ്? ദിസ് ഈസ് ദ നെക്സ്റ്റ് വൺ. Ram sold a motorcycle for 70,000 at 125% profit. For what price should he sell a motorcycle to gain 30% profit? Okay, see this one. എന്താണ് ചെയ്യുക? രാമ 70,000 രൂപയ്ക്ക് വിറ്റപ്പോൾ 25% പ്രോഫിറ്റ്. അതായത് മനസ്സിലാക്കുക, 125% ആണ് 70,000 എന്ന് പറയുന്നത് അല്ലെ. കോസ്റ്റ് പ്രൈസ് 100% ആണെങ്കിൽ 25% പ്രോഫിറ്റ് കിട്ടിയാൽ 125% ആണ് 70,000 എന്ന് പറയുന്നത്. സോ 70,000 എന്ന് പറയുന്നത് 125%. അപ്പൊ 1% എന്ന് പറയുന്നത് 70,000 ഡിവൈഡഡ് ബൈ 125 അല്ലെ. ഫോർ വാട്ട് പ്രൈസ് ഷുഡ് ഹി സെൽ ദ മോട്ടോർ സൈക്കിൾ ടു ഗെയിൻ 30% പ്രോഫിറ്റ്? 30% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എന്ത് മനസ്സിലാക്കണം? 100 ആണ് കോസ്റ്റ് പ്രൈസ്, 130 കിട്ടണം അല്ലെ. 130 യെസ്. 30% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ 1% ആണ് തന്നത്. 130 കിട്ടണമെങ്കിൽ ഇതാണ് 1%. 130% കിട്ടണമെങ്കിൽ ഇൻറ്റു 130. ക്ലിയർ അല്ലേ? എടാ ഇവിടെ എന്ത് നോക്കിയാൽ മതി? 13ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ 13 ഉണ്ട്. ഡിനോമിനേറ്ററിൽ ഇവിടെ എവിടെയും 13 ഇല്ല. 13 ഉണ്ടെങ്കിൽ വെട്ടിപ്പോയേനെ. ഡിനോമിനേറ്ററിൽ 13 ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഉറപ്പിക്കാം 13ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ. സോ 13ന്റെ മൾട്ടിപ്പിൾ നോക്കിക്കോ. ഓപ്ഷൻ എ 13ന്റെ മൾട്ടിപ്പിൾ വരും. 65 കഴിഞ്ഞാൽ ബാക്കി എത്ര? 7, 79. ഇത് വെട്ടിപ്പോവില്ല. ഓപ്ഷൻ ബി 65 കഴിഞ്ഞാൽ ബാക്കി എത്ര വരണേ? 78. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ സി ആണോ? അല്ല. ഓപ്ഷൻ ഡി ആണോ? അല്ല. ഇനി 13ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യാൻ 13 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ഒരു സംഭവം കത്തിയില്ല എന്ന് വിചാരിച്ചോ? പ്രശ്നമില്ല. നോക്കിക്കോ 70,000 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 130 അതാണല്ലോ. സോ ശ്രദ്ധിക്കുക, 125 എന്ന് പറയുന്നത് 1000 എത്ര തവണ? 8 തവണ. ഓക്കെ, 8 തവണ. ശ്രദ്ധിച്ചു നോക്കിക്കോ. 7 ഇൻറ്റു 8 7 56. 6 ആയിരിക്കും ലാസ്റ്റ്. 6 ലാസ്റ്റുള്ള സംഖ്യേനെ 13ന്റെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8. 6 3 18 8 ആയിരിക്കും ലാസ്റ്റ് വരിക. ബാക്കി എന്തുണ്ട്? ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. ഓക്കെ അല്ലേ? സോ 8ഉം 00 വരുന്നതാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇറ്റ്സെൽഫ് ഈസ് ദ റൈറ്റ് ആൻസർ. ഗോട്ട് ഇറ്റ്? ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി, വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത് തന്നെ മനസ്സിലാക്കി വെക്കണം. ഒന്നുകിൽ 13ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് മാത്രം ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യനിൽ തന്നെ മൾട്ടിപ്പിൾ അപ്രോച്ചുകൾ പറ്റുമായിരിക്കും. ഏതാണ് ഏറ്റവും എഫക്റ്റീവ്, ഏതാണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ആൻസർ കിട്ടുന്നത്, ഏതാണ് ഏറ്റവും പെട്ടെന്ന് ആൻസർ കിട്ടുന്നത്, അത് മാത്രം നമ്മൾ ചെയ്യണം കേട്ടോ. ദിസ് ഈസ് ദ നെക്സ്റ്റ് വൺ. Question from algebra. X plus 1 by x is equal to 7. Then value of x raised to 6 plus 1 by x raised to 6. അതിന് ആദ്യം എന്താ പറയണം? x cube plus 1 by x cube പറയണം അല്ലെ. x cube plus 1 by x cube എത്ര വരും? k cube minus 3k. k എന്താ? k എന്ന് പറയുന്നതാണ് k cube. 7 cube minus 3k. 3 into 7 എന്ന് പറയുമ്പോൾ 21. 343 മൈനസ് 21 എന്ന് പറയുമ്പോൾ എത്രയാണ്? 322 കിട്ടി. ഓക്കെ അല്ലേ? ഇതെന്താ കാണണ്ടേ? x raised to 6 plus 1 by x raised to 6 എത്ര വരും?
എക്സ് റൈസ് ടു 6 പ്ലസ് 1 എക്സ് റൈസ് ടു 6 എന്ന് പറയുമ്പോൾ എന്താണ് കെ സ്ക്വയർ മൈനസ് 2, അതായത് 322 ഹോൾ സ്ക്വയർ മൈനസ് 2. ഓക്കെ, ദിസ് ഇസ് റൈറ്റ് ആൻസർ. 322ന്റെ സ്ക്വയർ കണ്ടിട്ട് 2 കുറയ്ക്കണം, ടൈറ്റാ. ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയേ, ഓപ്ഷൻസിൽ എല്ലാത്തിലും ലാസ്റ്റ് ഡിജിറ്റ് 2. യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്ന മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യണം? വാട്ട് വിൽ ബി ഡു? എന്ത് ചെയ്യണം? ഡിജിറ്റൽ സം യൂസ് ചെയ്യണം. ഡിജിറ്റൽ സം എന്താ പറയുന്നത്? ഇതിന്റെ 322 ഹോൾ സ്ക്വയർ മൈനസ് 2. 322ന്റെ ഡിജിറ്റൽ സം 4 + 3 7. 7ന്റെ സ്ക്വയർ എത്രയാണ്? 49 അല്ലെ? 49 ആണ് വരുന്നത്. 49ല് നമുക്ക് മനസ്സിലാക്കാം, 49ല് 9 പോയി, ബാക്കി എത്രയാണ്? -2 ആണല്ലോ ഇവിടെ ഉള്ളത്. 4 - 2 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 2 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ് വരിക. സോറി, ഡിജിറ്റൽ സം വരിക. ഡിജിറ്റൽ സം ഈസ് വാട്ട്? 2 ഡിജിറ്റൽ സം ആണ്. എടാ നമുക്കറിയാം, എന്തറിയാം? ഇതാണ് ആൻസർ. ഈ ആൻസറിന്റെ ഇത് ചെയ്താൽ കിട്ടുന്ന ഉത്തരത്തിന്റെ ഡിജിറ്റൽ സം 2 ആണ്. അതായത് ഓപ്ഷനിലുള്ള ഏതിന്റെ ഡിജിറ്റൽ സം ആണ് 2 വരുന്നത്, അതായിരിക്കും ആൻസർ. ഗോട്ട് ഇറ്റ്? സോ നമുക്ക് നോക്കാം ഏതിന്റെ ആൻസർ ആണ് വരുന്നത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. 6 3 9 ആണ്, 8 3 9 ആണ്, 2 + 1 എന്ന് പറയുമ്പോൾ 3 ആണ്. 3 അല്ല വരേണ്ടത്, 2 ആണ് ഡിജിറ്റൽ സം വരുന്നത്. നോക്കാം, 6 3 വരുന്നുണ്ട്, 8 3 വരുന്നുണ്ട്, 2 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. ഓപ്ഷൻ ബി ആവാം. പിന്നെ വരുന്നത് എത്രയാണ്? 8 3, അതുപോലെ തന്നെ 8 2 10 13. 13ന്റെ ഡിജിറ്റൽ സം 4 ആണ്, 4 അല്ല. 6 3 9, 8 3 9, 2 + 2 4, 4 അല്ല, 2 വരണം. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ, വളരെ ഈസി. എന്ത് ചെയ്യണം? ഡിജിറ്റൽ സം വെച്ച് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. മനസ്സിലാക്കുക, എക്സാക്ട് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട യാതൊരു വക ആവശ്യങ്ങളും ഇല്ല. ഇത്തരം മെത്തേഡുകളും ഇത്തരം അപ്രോച്ചുകളുമായിട്ട് നിങ്ങൾക്ക് ഈ വരണ CGL എക്സാമിന് പ്രിപ്പയർ ആണെങ്കിൽ ജോയിൻ സ്മാർട്ട് റിവിഷൻ ബാച്ച്. ഓക്കെ, നിങ്ങൾക്ക് താഴെ ലിങ്ക് കാണാം. ആ ലിങ്കിൽ നോക്കിയിട്ട് നിങ്ങൾ ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്തിട്ട് അതിലും വെക്കാം. നമ്മുടെ ആപ്പിൽ ബാച്ച് ലോഞ്ച് ആവുന്നതേ ഉള്ളൂ. സോ സ്മാർട്ട് റിവിഷൻ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടുന്ന മോക്കുകൾ ഈ ബാച്ചിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സെക്ഷണൽ ടൈമർ ഉൾപ്പെടുന്ന കേട്ടോ. ഇനി നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് പഠിക്കണോ? ഹബീബി കം ടു കേരള അല്ലെ? കോഴിക്കോടുണ്ട്, പാലക്കാട്, ട്രിവാൻഡ്രം, കൊല്ലം, കണ്ണൂർ എല്ലാ സെന്ററുകളിലും നമ്മുടെ ഓഫ്ലൈൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നേരിട്ട് വന്ന് കണ്ട് പഠിച്ച് നിങ്ങൾക്ക് വിലയിരുത്തിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഫ്രീ വർക്ക്ഷോപ്പ് ക്ലാസ്സുകൾ സ്റ്റാർട്ടിംഗ് ഉള്ള 10 ദിവസം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിലിരിക്കാം. അതിനുശേഷം നിങ്ങൾ തീരുമാനിച്ചാലും മതി. സോ എന്ത് ചെയ്യാം? അവിടേക്കുള്ള കോൺടാക്ട് നമ്പറുകളെല്ലാം ഏത് സെന്റർ ആണോ നിങ്ങളുടെ വീടിനടുത്തുള്ളത്, അല്ലെങ്കിൽ എവിടെ വന്ന് പഠിക്കണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം, അവിടെ വന്ന് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. കോൺടാക്ട് നമ്പറുകളുണ്ട്, വിളിക്കാം, ചോദിക്കാം, രജിസ്റ്റർ ചെയ്യാം. ഫ്രീ ക്ലാസ്സുകൾ, ഫ്രീ വർക്ക്ഷോപ്പിലുള്ള ഫ്രീ ക്ലാസ്സുകളും, അതുപോലെ തന്നെ ക്ലാസ്സുകൾ എങ്ങനെയുണ്ട്, നമ്മുടെ ക്ലാസ് റൂമിന്റെ ഫെസിലിറ്റി, നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയുണ്ട്, പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ടോ, ഇതൊക്കെ നേരിട്ട് അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ ജോയിൻ ചെയ്യാം. ആൻഡ് എനിവേ ഇതില് മാത്രമല്ല, നിങ്ങൾക്ക് ഇനി ഇതിപ്പോ ഞാൻ പറഞ്ഞു ഒരു 7 അപ്രോച്ചുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും മെത്തേഡുകളെ കുറിച്ച് നിങ്ങൾക്ക് സെപ്പറേറ്റ് വീഡിയോ വേണോ, അല്ലെങ്കിൽ ഇതിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണോ, കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ അപ്രോച്ചുകളും എങ്ങനെ പെട്ടെന്ന് ചെയ്യാം എന്നുള്ള മെത്തേഡുകളൊക്കെ അറിയണോ, അല്ലെങ്കിൽ പഠിക്കണോ, ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിലൊക്കെ അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്താം. നിങ്ങളുടെ കമന്റുകൾക്ക് അനുസരിച്ചുള്ള വീഡിയോസ് ആയിരിക്കും ഇനിയും വരുന്നുണ്ടായിരിക്കുക. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട്, ആൻഡ് താങ്ക് യു, ബൈ.